വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇംഗ്ലീഷുമായി വരുന്നു പറഞ്ഞിരുന്നു. സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2018-19 ഇംഗ്ലീഷാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് 1 ആണ്. നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എഴുതണം, നെയിം ഓഫ് ദ സ്കൂൾ, ഡിവിഷൻ, സിഗ്നേച്ചർ ഓഫ് ദ ടീച്ചർ വേണം, സിഗ്നേച്ചർ ഓഫ് ദ പാരൻറ്റ് വേണം. ഇതെല്ലാം 5 ആക്ടിവിറ്റി ആണുള്ളത്. എല്ലാ ആക്ടിവിറ്റിയിലും നമുക്ക് കിട്ടിയാൽ നമുക്ക് ഓവറോൾ എ ഗ്രേഡ് കിട്ടും. പിന്നെ ടൈം 2 hours ആണ്. 2018-19 ഇംഗ്ലീഷ് ആണ് നമ്മൾ നോക്കുന്നത്. ആക്ടിവിറ്റി 1 ഹൂ ഈസ് ഇൻ ദ പിക്ചർ എന്നാണ്. ആരാണ് ഈ പിക്ചറിലുള്ളത്? ലെറ്റർ കളർ ഉണ്ട്, നമുക്ക് കളർ ചെയ്യാനാണ് കേട്ടോ. സി എന്ന് എല്ലായിടത്ത് ആ പിക്ചർ സി എവിടെയെങ്കിലും ഉണ്ടോ അവിടെ യെല്ലോ കൊടുക്കണം. എ എന്നുള്ളിടത്ത് റെഡ് കൊടുക്കണം. ടി ബ്രൗൺ കൊടുക്കണം. ലെറ്റർ പി എന്നുള്ളിടത്ത് ബ്ലൂ കൊടുക്കാനാണ് നമ്മുടെ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ നാം ചിത്രം വെച്ചിട്ടുണ്ട്. ഇതാണ് ചിത്രം. ഇവിടെ ഇതാ ഇതിൽ സി എന്നുള്ളിടത്ത് നമ്മൾ എല്ലായിടത്തും യെല്ലോ, എ എന്നുള്ളിടത്ത് ഇതാ കണ്ടില്ലേ, എ എന്ന് കാണുന്നുണ്ട് കണ്ണി ഭാഗത്താണ്. എ എന്നുള്ളിടത്ത് റെഡും കൊടുത്തിട്ടുണ്ട്. ടി എന്നുള്ളിടത്ത് നമ്മൾ ബ്രൗണും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പി ആണ്. പി എന്നുള്ളിടത്ത് ബ്ലൂ കൊടുക്കാനാണ് നമ്മുടെ പറഞ്ഞത്. അപ്പോൾ ആക്ടിവിറ്റി 2 നമുക്ക് കിടക്കാം. ഒരു മിനിറ്റ്, ഇതിനൊരു ചോദ്യം കൂടിയാണ്. ഹൂ ഈസ് ദ ഇൻ ദ പിക്ചർ? ആരാണ് ഈ പിക്ചറിലുള്ളത്? ക്യാറ്റ് ആണ് ഒരു പിക്ചറുള്ളത്. എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുള്ളൂ, ക്യാറ്റ്. ഇപ്പം നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് ഇതാ എ കിട്ടി. ഇത്രയേ ഉള്ളൂ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പക്ഷെ പഠിക്കണം. ആക്ടിവിറ്റി 2 കോൺവെർസേഷൻ ആണ്. ദി ഫാറ്റ് ക്യാറ്റ് സോ എമി ഓൺ ദ വേ ടു ദ മാർക്കറ്റ്. തടിയുള്ള ക്യാറ്റ് എമി പോകുന്നത് മാർക്കറ്റിലോട്ട് പോകുന്നത് കണ്ടു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ എമി ആൻഡ് ഫാറ്റ് ക്യാറ്റ്. എമിയും ഫാറ്റ് ക്യാറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എമിയാണിത്, ഫാറ്റ് ക്യാറ്റ്. ഇവിടെ ക്ലൂസ് തന്നിട്ടുണ്ട്: പെറ്റ്, മെറ്റ്, മാറ്റ്, മാർക്കറ്റ്. അപ്പോൾ എമി ആദ്യം പറയണേ: ഹായ് ഫാറ്റ് ക്യാറ്റ്, വേർ ആർ യു ഗോയിങ്? ഹായ് തടിയ ക്യാറ്റ്, പൂച്ചേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഫാറ്റ് ക്യാറ്റ് പറയുന്നു: ഐ ആം ഗോയിങ് ടു ദ ഡേഷ്. ഞാൻ പോകുന്നത് ഡേഷ് മാർക്കറ്റിലോട്ടാണ് പറയുന്നു, അഥവാ മാർക്കറ്റ്. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. അപ്പോൾ എമ്മി ചോദിക്കുകയാണ്: വൈ? എന്തിന്, എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എമ്മി ഫാറ്റ് ക്യാറ്റ് പറയാണ്: ടു ഗെറ്റ് എ ഡേഷ്, ടു ഗെറ്റ് എ മാറ്റ്, ഒരു മാറ്റ് വാങ്ങാൻ. അപ്പോൾ എമ്മി ചോദിക്കുക: പ്ലീസ് സിറ്റ് ഹിയർ, യു ആർ മൈ പെറ്റ്. പെറ്റ് എന്നാണ് വേണ്ടത് കേട്ടോ. പ്ലീസ് ഇവിടെ ഇരിക്കുക, ഞാൻ യു ആർ മൈ പെറ്റ്, നീ എൻ്റെ പെറ്റാണ്. അപ്പോൾ ഫാറ്റ് ക്യാറ്റ് പറയുന്നു: ഓക്കെ. അപ്പോൾ എമ്മി പറയാണ്: ഐ വിൽ ഗീവ് യു ദ മാറ്റ്, ഞാൻ നിനക്ക് മാറ്റ് തരാം. അപ്പോൾ നമ്മൾ പറയുന്നു, ഫാറ്റ് ക്യാറ്റ് പറയുന്നു: ഓക്കെ. ഇത്ര ഉള്ളൂ കേട്ടോ. രണ്ടാമത്തെ കോൺവെർസേഷൻ നമുക്കിതിലും ഇത് കിട്ടുന്നതാണ്. ഗ്രേഡ് കിട്ടും. എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 കംപ്ലീറ്റ് ദ റൈം ആണ്. വി ആർ സിംഗിങ് ടുഗദർ, വി ആർ ഗുഡ് ഫ്രണ്ട്സ്. നമുക്ക് ബാക്കി തിരിക്കാം. വി ആർ ഡാൻസിങ് ടുഗദർ, വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ, അതിനെ കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ അടുത്തത് വി ആർ ജമ്പിങ് ടുഗദർ, വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇത്രയുള്ള ആക്ടിവിറ്റി 3 നമുക്ക് ഫുള്ള് കിട്ടി. അടുത്ത ആക്ടിവിറ്റി 4 ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രൈബ് ദ പിക്ചർ. കളർ ആൻഡ് ഡിസ്ക്രൈബ് ദ പിക്ചർ. ഈ പിക്ചർ കളർ ചെയ്ത് കണ്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടില്ലേ, ഇതാണ് ആ പിക്ചർ. അപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്താണ്ട് ഇവിടെ ഒരു ഇതുണ്ട്. ഈ ഒരു പാരഗ്രാഫ് ഫുൾ ചെയ്യാനാണ്. ദർ ഈസ് എ പോണ്ട്. പോണ്ട് കണ്ടു വരിക. ദർ ഈസ് എ പോണ്ട്. ഇവിടെ ഒരു പോണ്ട് ഇൻ ഫ്രണ്ട് ഔട്ട് ഓഫ് ദ ഹൗസ്. ഈ ഒരു വീടിന് മുൻപിൽ ഒരു പോണ്ടുണ്ട് അല്ലേ, ഒരു പുഴയുണ്ട്. 3 kittens ആർ പ്ലേയിങ്. 3 കിറ്റൻസ് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ, കളിക്കുന്നുണ്ട്. പ്ലേ. എ ഫിഷ് ഈസ് ഡാഷ്. എ ഫിഷ് ഈസ് സ്വിമ്മിങ് ആണല്ലേ. ഇതാ ഒരു ഫിഷ് സ്വിമ്മിങ് ചെയ്യുന്നുണ്ട് അല്ലേ. എ റാറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ റോക്ക്. ഒരു റാറ്റ് അവിടെ ആയിക്കൂടെ നടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ എവിടെയോ റാറ്റ് ഉണ്ട്. സിറ്റിംഗ് ഓൺ എ റോക്ക്. റോക്കിൻ്റെ അടുത്ത് ഇവിടെ നമ്മൾ റാറ്റ് ഇരിക്കുന്നുണ്ട് അല്ലേ. റാറ്റ് ഇവിടെ ഉണ്ട്. കളർ കേട്ടോ. റാറ്റ് ഇരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ പ്രവർത്തനം. ആക്ടിവിറ്റി 5 എടുക്കാം. വാട്ട് ഈസ് ഇൻസൈഡ്? എന്താണ് ഉള്ളിൽ എന്നാണ് ചോദ്യം. ദി 3 kittens saw wheat flour and other things in the drum. കംപ്ലീറ്റ് ദ വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വേർഡ് വെബിൽ ഇതാ
വീറ്റ് 1 ഒലി വീറ്റ് ഫ്ലോർ. ഇവിടെ ഓയിൽ എന്നാണ് വരിക. ഫസ്റ്റ് വൺ ഈസ് ഓയിൽ. ഈ ഡ്രമ്മത്തെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. സെക്കൻഡ് വീറ്റ് ഫ്ലോർ എന്നാണ് വരിക. വീറ്റ് ഫ്ലോർ എഴുതി തന്നിട്ടുണ്ട്. തേർഡ് വൺ മിൽക്ക് എന്നാണ് വരിക. ഇതാ മിൽക്ക്. ലാസ്റ്റ് വൺ വാട്ടർ. ദ വാട്ടർ. ഫിഫ്ത്ത് വൺ ഒന്നുകൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫിഷ് എഴുതാം. ഇതിൽ നിന്നെല്ലാം കണ്ടെത്തി ഒന്ന് നമുക്ക് എഴുതാം. ഫിഷ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ 2018-19 ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടുണ്ട്. ബൈ ബൈ.